തിരുവനന്തപുരത്തെ സദ്യകളിലെ മെയിൻ ഐറ്റമാണല്ലോ ബോളി. ഇത് നമ്മൾ പാൽപ്പായസത്തിൻ്റെയോ അല്ലെങ്കിൽ പാലടയുടെയൊക്കെ ഒരു കോമ്പിനേഷനായിട്ടാണ് സാധാരണ കഴിക്കാറ്. ഇനി അതൊന്നുമില്ലെങ്കിൽ തന്നെ ഇതങ്ങനെ തന്നെ കഴിക്കാൻ നല്ല സ്വാദാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ ഈസി ആയിട്ട് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഞാനും ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ സക്സസ് ആയപ്പോൾ വലിയ സന്തോഷം. ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഇഷ്ടമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 1 കപ്പ് കടലപ്പരിപ്പിലാണ് ഞാൻ ഈ ബോളി ഉണ്ടാക്കുന്നത്. കടലപ്പരിപ്പ് നേരത്തെ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. വെള്ളം നല്ല ക്ലിയർ ആവുന്ന വരെ കഴുകുക. അതിനുശേഷം കുക്കറിലിട്ട് വേവിക്കാം. കുക്കറിൽ വേവിക്കുമ്പോൾ ഒരു 1.5 മുതൽ 2 കപ്പ് വരെ വെള്ളം ചേർത്ത് വേവിക്കാം. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. വേവിച്ച പരിപ്പ് നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് കുഴഞ്ഞു പോകരുതെന്ന് പറഞ്ഞത്. ബോളിക്കൊരു മഞ്ഞ കളർ കിട്ടാനായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ തന്നെ ധാരാളം. അതല്ല ഫുഡ് കളർ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഫുൾ ഫ്ലെയിമിൽ 2 വിസിൽ അത്രയും മതി. കടലപ്പരിപ്പ് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ബോളിയുടെ ഔട്ടർ കോട്ടിംഗ്, മൈദ കൊണ്ടുണ്ടാക്കുന്ന കോട്ടിംഗ് ആണ്, അത് റെഡിയാക്കാം. 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് ഒരല്പം ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇതിലും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒന്നും കൂടുതലാവരുത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കാനുള്ളതാണ്. ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കുറേശ്ശെ മിക്സ് ചെയ്ത് നോക്കാം. ആദ്യമേ തന്നെ കൈകൊണ്ട് മിക്സ് ചെയ്താൽ കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഫസ്റ്റ് മിക്സിങ് ഒരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു. ഒരല്പം കൂടെ വേണ്ടി വരുമെന്ന് തോന്നുന്നു. കൈ കൊണ്ടൊന്ന് കുഴച്ച് നോക്കട്ടെ. ചപ്പാത്തിയുടെ പാകത്തിനേക്കാൾ ഒരല്പം കൂടി ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 1/2 കപ്പും 2 ടേബിൾ സ്പൂണുമാണ് ചേർത്ത വെള്ളം. അല്പസ്വല്പം അളവിലൊക്കെ വ്യത്യാസം വരാം. നമ്മൾ ഉപയോഗിക്കുന്ന മൈദയുടെയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. നല്ലപോലെ കുഴച്ചെടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു എന്ന് തോന്നിയാൽ ഒരല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നല്ലെണ്ണ തന്നെ വേണം ഉപയോഗിക്കാൻ. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിലൊന്നും ഉപയോഗിക്കരുത്. നല്ലപോലെ കുഴച്ചെടുക്കുക. വീണ്ടും കയ്യിലൊരല്പം ഒട്ടുന്നതുകൊണ്ട് ഒരല്പം കൂടി നല്ലെണ്ണ ഞാൻ ചേർക്കുന്നുണ്ട്. മൊത്തത്തിലൊരു 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞു. ഇനി ഒട്ടാത്ത പാകത്തിന് നല്ലപോലെ കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇത് നമ്മളിങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ തൂക്കി പിടിച്ചാൽ ഇതുപോലെ തൂങ്ങി നിൽക്കും. എന്നാൽ വിട്ടു പോവുകയില്ല. ആ പാകത്തിന് വേണം കുഴയ്ക്കാനായിട്ട്. ഇനി ഇതേ പാത്രത്തിൽ തന്നെ ഞാനിതൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ടിതിലേക്ക് ധാരാളമായിട്ട് നല്ലെണ്ണ ഒഴിച്ച് വെക്കണം. അതായത് ഈ മൈദമാവ് നല്ലെണ്ണയിൽ മുങ്ങിക്കിടക്കണം. എന്നിട്ടൊരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇങ്ങനെ വെക്കാനുള്ളതാണ്. അത്രയും സമയം ഇരിക്കുമ്പോഴേക്കും ഈ മൈദ നല്ലൊരു പദം വന്നിട്ടുണ്ടാവും. ബോളി ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു തിൻ കോട്ടിങ് കിട്ടുകയും ചെയ്യും. പൊട്ടിപ്പോവുകയുമില്ല. ഇതിവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡ് നല്ലപോലെ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ. ഇതിവിടെ അടച്ചു വയ്ക്കാം. ഇനി നമ്മുടെ പരിപ്പിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട്. എന്നാൽ വെന്ത് കുഴഞ്ഞിട്ടില്ല. ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. ഒരു പരിപ്പ് കയ്യിലെടുത്ത് നോക്കിയാൽ നമുക്കറിയാം. നല്ലപോലെ പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. ഇല്ലെങ്കിൽ ഒരു വിസിൽ കൂടി വെക്കുന്നത് നല്ലതാണ്. ഇനി ഈ പരിപ്പ് ഈ വെള്ളത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇതിൻ്റെ വെള്ളം ഒന്ന് പോകുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. ആ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കടലപ്പരിപ്പിന് 1 കപ്പ് പഞ്ചസാര കറക്റ്റായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെള്ളം കളഞ്ഞെടുത്ത വേവിച്ച കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഉരുകി ഈ കടലപ്പരിപ്പിൽ നല്ലപോലെ പിടിച്ച് വരട്ടെ. പഞ്ചസാര ഉരുകുമ്പോൾ നല്ലോണം ഒന്ന് ലൂസായി വരും. ഇനി ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റി വരണം. ഇപ്പോൾ കണ്ടോ, സൈഡിലൊക്കെ നല്ല വെള്ളമുണ്ട്.
ഒരു 10 മിനിറ്റ് സമയം കഴിയും ഇതെല്ലാം ഒന്ന് വറ്റി വരാനായിട്ട്. എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് വറ്റി പോകാനും പാടില്ല, കാരണം ഇത് ചൂടാറിയ ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനുള്ള ചെറിയൊരു നനവ് ബാക്കി വെച്ചിട്ട് വേണം ഓഫ് ചെയ്യാനായിട്ട്. കണ്ടോ, ഇപ്പോൾ ഒരുപാട് വെള്ളമൊന്നുമില്ല. ഇനി നമുക്കിത് ഓഫ് ചെയ്തിടാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. വീഡിയോ മിസ്സായതാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കാം. കംപ്ലീറ്റ് ആയിട്ട് അടപ്പുകൊണ്ട് മൂടണ്ട. ഇപ്പോൾ ഒരു അരമണിക്കൂർ സമയമായിട്ടുണ്ട്. നമ്മൾ കുഴച്ച് വെച്ച മൈദ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഇത് ഒരു അരമണിക്കൂർ കൂടി ഇങ്ങനെ മുങ്ങിക്കിടക്കട്ടെ. ഇനി ഒരുപാട് സമയം ഇല്ല എങ്കിൽ അരമണിക്കൂർ തന്നെ മുക്കി വെച്ചാൽ മതിയാവും. എത്രയും കൂടുതൽ സമയം മുക്കി വെക്കുന്നോ അത്രയും നല്ലൊരു ടെക്സ്ചർ നമുക്ക് മൈദയ്ക്ക് കിട്ടും. ഇതിവിടെ അടച്ച് വയ്ക്കാം. ഇതാ ഞാൻ കടലപ്പരിപ്പും പഞ്ചസാരയും ചേർന്ന ആ മിക്സ്ചർ നല്ലവണ്ണം മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോളി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു മുമ്പ് ഈ എണ്ണ ഇതിൽ നിന്ന് മാറ്റണം. ഇത്ര എണ്ണ ഒഴിച്ചു വയ്ക്കുന്നത് ഇത് മുഴുവൻ നമ്മൾ ഉപയോഗിക്കാനല്ല, മാവ് ഒന്ന് സോഫ്റ്റ് ആവാനാണ്. 1-2 ദിവസത്തിനുള്ളിലാണെങ്കിൽ നമുക്ക് ഈ എണ്ണ ദോശയ്ക്കൊക്കെ ഉപയോഗിക്കാം. ഈ മൈദമാവ് ഇനി ഒന്നുകൂടി ലൈറ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ബലമൊന്നും പ്രയോഗിക്കേണ്ട, ലൈറ്റായിട്ടൊന്ന് കുഴച്ചാൽ മതി. ഇപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റാണ്. ഇനി കടലപ്പരിപ്പും പഞ്ചസാരയും ചേർന്ന ഈ മിക്സ്ചർ നമുക്ക് ഒന്ന് ഉരുളകളാക്കി വയ്ക്കാം. ഒരു വലിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഉരുട്ടി വയ്ക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഉരുട്ടാൻ സാധിക്കും. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ നമ്മൾ മാറ്റി വെച്ച ആ നല്ലെണ്ണ ഒന്ന് കയ്യിൽ തടവിയിട്ട് ഉരുട്ടിയാൽ മതി. ആദ്യം തന്നെ എല്ലാം ഒന്ന് ഉരുട്ടി വയ്ക്കുന്നതാണ് എളുപ്പം. ഒരു കപ്പ് കടലമാവിൽ നിന്ന് 15 ബോൾസ് കിട്ടിയിട്ടുണ്ട്. അതായത് 15 ബോളി നമുക്കിതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. അല്പം വലിപ്പമുള്ള ബോളി തന്നെ, ചെറുതാണെങ്കിൽ ഒരു 20 വരെ നമുക്കിതിൽ നിന്ന് ഉണ്ടാക്കാം. ഇനി എടുത്ത് വയ്ക്കേണ്ടത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയായാലും മതി, പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ അരിപ്പൊടി എടുത്ത് വയ്ക്കുക. കയ്യിലൊരല്പം എണ്ണ തടവിയിട്ട് ഈ മൈദമാവ് അല്പം കയ്യിലെടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് ലൈറ്റായിട്ട് പരത്തി കൊടുക്കുക. നമ്മുടെ കൈവെള്ളയിൽ ഉള്ളിൽ നിൽക്കുന്ന വിധത്തിൽ പരത്തിയാൽ മതി. മാക്സിമം കനം കുറച്ച് പരത്തുക. ഇനി ഇത് പൊട്ടിപ്പോവും എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇതിനുള്ളിലേക്ക് നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ബോൾ വെച്ച് കൊടുക്കാം. എന്നിട്ടിത് കവർ ചെയ്തെടുക്കാം. നമ്മൾ ആലു പൊറോട്ടയ്ക്കൊക്കെ ചെയ്യുന്നത് പോലെ മാക്സിമം തിന്നായിട്ടുള്ളൊരു കവർ മതി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞ് ബാക്കി വരുന്ന മാവ് എടുത്ത് മാറ്റാം. അല്ലെങ്കിൽ ബോളിയുടെ സൈഡൊക്കെ കട്ടി കൂടും. ഇത്രയും മതി. ഇനി ഇത് കൈകൊണ്ട് തന്നെ ലൈറ്റായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് അരിപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക. ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പരത്താൻ പറ്റും. പൊട്ടിപ്പോവുമൊന്നുമില്ല. തിരിച്ചും മറിച്ചും ഇട്ട് ആവശ്യത്തിന് പൊടി കൂട്ടി തന്നെ പരത്തുക. ചുടുന്നതിന് മുമ്പ് ആ പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് തട്ടിക്കളഞ്ഞാൽ മതി. ഉള്ളിലെ കടലപ്പരിപ്പൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, അത് പുറത്ത് വരില്ല. നമുക്ക് ധൈര്യമായിട്ട് തന്നെ പരത്തി കൊടുക്കാം. സൈഡിലേക്കുമൊക്കെ കനം കുറച്ച് മാക്സിമം വട്ടത്തിൽ പരത്തിയെടുക്കുക. പക്ഷേ ഇതെല്ലാം പരത്തി വെച്ച ശേഷം ചുടുന്നത് ബുദ്ധിയല്ല. അതുകൊണ്ട് തന്നെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ പാനിൽ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ റെഡിയാവുമ്പോൾ ചുട്ടു തുടങ്ങാം. ഒരു 2-3 എണ്ണം ചുട്ട് കഴിയുമ്പോൾ നമുക്ക് സ്പീഡ് കിട്ടും. പരത്തലും ചുടലുമൊക്കെ ഒപ്പം തന്നെ ചെയ്യാനും സാധിക്കും. ഒരു മീഡിയം ചൂടുള്ള തവയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ബോളി അങ്ങനെ മുരിഞ്ഞു പോകരുത്. ഇതിൻ്റെ കളറൊന്ന് മാറാനേ പാടുള്ളൂ. പുറത്തെ ആ ഒരു കോട്ടിങ് മാത്രമേ ഇനി കുക്കാവാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 15 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം. അതുപോലെ തന്നെ ഒന്നുകൂടി ഒരു 15 സെക്കൻഡ് കഴിയുമ്പോൾ തിരിച്ചിടുക.
ഒരല്പം നെയ്യ് തൂകാം. എന്നിട്ട് മടക്കിയെടുക്കാം. ഇങ്ങനെയാണ് അത് സെർവ് ചെയ്യുന്ന രീതി. പക്ഷേ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ മടക്കിയെടുക്കുമ്പോഴൊക്കെ പൊട്ടിപ്പോവാൻ സാധ്യതയുമുണ്ട്. അത് സൂക്ഷിച്ച് ചെയ്താൽ മതി. ഇങ്ങനെ എല്ലാ ബോളിയും നമുക്ക് ഈസി ആയിട്ട് തന്നെ ചുട്ടെടുക്കാം. എല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കാം. അങ്ങനെ അവസാനത്തെ ബോളിയും ചുട്ട് കഴിഞ്ഞു. കണ്ടോ, വളരെ സോഫ്റ്റാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അങ്ങനെ 15 ബോളിയും റെഡിയായി കഴിഞ്ഞു. ഇത്രയും ഉണ്ടാക്കിയ ശേഷം ഒരു 2-3 ബോളിക്കുള്ള മൈദ മാവ് മാത്രം ബാക്കിയുണ്ട്. പക്ഷേ മൈദ 1.5 കപ്പ് തന്നെ എടുക്കുന്നതാണ് നല്ലത്, തികയാതെ വരരുതല്ലോ. അങ്ങനെ അടിപൊളി ബോളി റെഡി. പായസമില്ലെന്നൊരു കുറവേ ഉള്ളൂ, പക്ഷേ അതൊരു കുറവായി തോന്നുന്നില്ല. വളരെ ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ഉണ്ടാക്കേണ്ട റെസിപ്പിയാണ്. ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കും പറയുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.